സുപ്രഭാതം. ഇന്നത്തെ ചരിത്ര ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ ടേറ്റ് സഹോദരന്മാർക്കെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയെന്ന ബ്രേക്കിംഗ് വാർത്തയോടെയാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് ഉക്രൈനിലുടനീളം നടന്ന വലിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഉണ്ടാകും. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ആൻഡ്രൂ ടേറ്റ്, ക്രിസ്റ്റൻ ടേറ്റ് എന്നിവരെ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഔദ്യോഗിക അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ലൈംഗികാതിക്രമം, മനുഷ്യക്കടത്ത് എന്നിവയുൾപ്പെടെ 59 ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ യുകെയിൽ ചുമത്തിയിരിക്കുന്നത്. ഇവരെ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ഔദ്യോഗികമായി അപേക്ഷ നൽകിയതായി സ്ഥിരീകരിച്ചു. BBC, അൽ ജസീര, NPR തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അന്താരാഷ്ട്ര നിയമനടപടികളുടെ ഭാഗമായാണ് അമേരിക്കൻ അധികൃതർ സഹോദരങ്ങളെ കസ്റ്റഡിയിലെടുത്തത്. റൊമാനിയയിൽ നിലവിൽ നിയമനടപടികൾ നേരിടുന്ന ഇവർക്ക് യുകെയിലെ പുതിയ കേസുകൾ വലിയ തിരിച്ചടിയാണ്. എന്നാൽ തങ്ങൾ നിരപരാധികളാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ടേറ്റ് സഹോദരങ്ങളുടെ അഭിഭാഷകർ വ്യക്തമാക്കി. വിട്ടുനൽകാനുള്ള നീക്കത്തെ നിയമപരമായി നേരിടുമെന്നും അവർ അറിയിച്ചു. നിലവിൽ അമേരിക്കയിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഇവരുടെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും. കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ സമയക്രമം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. അന്താരാഷ്ട്ര നിയമനടപടികൾക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ. ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതാണ്. ഉക്രൈനിലെ ഏറ്റവും വലിയ 2 നഗരങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. NPR, ഡനി, DW, ലസ് എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കീവിലും ഖാർക്കീവിലുമുള്ള ജനവാസ മേഖലകളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. ഇത് നിലവിലുള്ള സംഘർഷത്തിൽ വലിയൊരു വർധനവിന് വഴിവെച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുമാണ് വിവരം. റഷ്യൻ അതിർത്തിക്കുള്ളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഉക്രൈൻ തങ്ങളുടെ ദീർഘദൂര ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ തിരിച്ചടി. ഇരുരാജ്യങ്ങളും അതിർത്തിയിലെ നഗരങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി കൂടുതൽ തീവ്രമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഉക്രൈനിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചില മിസൈലുകളെ തകർത്തെങ്കിലും പല മിസൈലുകളും പ്രതിരോധം ഭേദിച്ച് വൻ നാശനഷ്ടങ്ങൾ വിതച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. ആക്രമണത്തെക്കുറിച്ച് ക്രെംലിൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ തങ്ങളുടെ സൈനിക നടപടികൾ വ്യവസായ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. നയതന്ത്രപരമായ ഒരു പരിഹാരത്തിന് സാധ്യതകളില്ലാതെ ഇരുരാജ്യങ്ങളും പരസ്പരമുള്ള ആക്രമണങ്ങളുടെ ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഖത്തറിനു വേണ്ടി റിപ്പോർട്ട്. ഗയാന തീരത്ത് 133 യാത്രക്കാരുമായി സഞ്ചരിച്ച ഫെറി മുങ്ങിയതിനെ തുടർന്ന് വൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. BBC റിപ്പോർട്ട് പ്രകാരം 15 കുട്ടികളടക്കം 67 പേരെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചു. എന്നാൽ അപകടത്തിൽപ്പെട്ട നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി സമുദ്രമേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. തീരദേശത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന കപ്പൽ സാങ്കേതിക തകരാറുകളെ തുടർന്ന് മുങ്ങുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയുടെ സഹായവും സ്വകാര്യ ബോട്ടുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കടലിലെ മോശം കാലാവസ്ഥ തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാനും രക്ഷപ്പെട്ടവരെ സ്വീകരിക്കാനും സർക്കാർ പ്രത്യേക എമർജൻസി കോർഡിനേഷൻ സെന്റർ തുറന്നിട്ടുണ്ട്. അപകടകാരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പൂർത്തിയായ ശേഷം കപ്പലിന്റെ അറ്റകുറ്റപ്പണി രേഖകളും മറ്റും വിദഗ്ധർ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ദൃഢമായി തുടരും. നെബേഴ്സ് എന്ന ജനപ്രിയ ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ ഓസ്ട്രേലിയൻ നടൻ ടെറൻസ് ഡൊനോവൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ശനിയാഴ്ച രാത്രി മെൽബണിൽ വെച്ച് അദ്ദേഹം ശാന്തനായി അന്തരിച്ചുവെന്ന് മകനും നടനും ഗായകനുമായ ജേസൺ ഡൊനോവൻ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയജീവിതത്തിനിടയിൽ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയൻ നാടക പരമ്പരയായ നെബേഴ്സിലെ ഡഗ് വില്ലിസ് എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കിയത്. 1990-ൽ ഈ പരമ്പരയിൽ ചേർന്ന അദ്ദേഹം വർഷങ്ങളോളം അതിലെ പ്രധാന സാന്നിധ്യമായിരുന്നു. ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ ഓസ്ട്രേലിയൻ സിനിമാ നാടകരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കുടുംബം സ്വകാര്യത അഭ്യർത്ഥിച്ചു. ടെറൻസ് ഡൊനോവന്റെ മരണകാരണം പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അവസാന നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നുവെന്ന് കുടുംബം അറിയിച്ചു. അദ്ദേഹത്തിന്റെ വേർപാടിൽ സഹപ്രവർത്തകരും ആരാധകരും അനുശോചനം രേഖപ്പെടുത്തി.
ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. തെക്കൻ പെറുവിലുണ്ടായ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ. പുംപുണ്യ നഗരത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാളെ കാണാതായതായാണ് റിപ്പോർട്ട്. ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ അഗ്നിശമന സേനയുടെയും രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. വിശാലമായ പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉൾപ്രദേശങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ അധികൃതർ രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട്. പർവ്വതമേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം എങ്കിലും പഴയ കെട്ടിടങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. വരും മണിക്കൂറുകളിൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് നിലവിൽ മുൻഗണന നൽകുന്നത്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളുമായി ആശയവിനിമയം പുനഃസ്ഥാപിക്കാനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അധികൃതർ ശ്രമിച്ചുവരികയാണ്. പുംപുണ്യയിലെ രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ദരിദ്രത നിരീക്ഷിച്ചുവരികയാണ്. ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സിൽ തകർപ്പൻ വിജയവുമായി കിമി ആന്റോനെല്ലി. 2026 ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പിൽ തന്റെ ലീഡ് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഈ മെഴ്സിഡസ് താരം. സ്പാ-ഫ്രാങ്കോർഷാംപ്സ് സർക്യൂട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ആന്റോനെല്ലി പോഡിയത്തിൽ ഒന്നാമതെത്തിയത്. ഈ സീസണിലെ താരത്തിന്റെ 6ാമത്തെ ഗ്രാൻഡ് പ്രിക്സ് വിജയമാണിത്. ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നിർണായകമായൊരു വഴിത്തിരിവിനാണ് ഈ മത്സരം സാക്ഷ്യം വഹിച്ചതെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. ആന്റോനെല്ലിയുടെ സഹതാരവും പ്രധാന കിരീടാവകാശിയുമായ ജോർജ് റസ്സലിന് മത്സരത്തിൽ നിന്ന് നേരത്തെ പിന്മാറേണ്ടി വന്നു. ആദ്യ ലാപ്പിലുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് റസ്സലിന്റെ കാർ തകരുകയും അദ്ദേഹം മത്സരത്തിൽ നിന്ന് പുറത്താവുകയുമായിരുന്നു. ഈ ഫലം ഡ്രൈവേഴ്സ് സ്റ്റാൻഡിംഗിൽ ആന്റോനെല്ലിക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. റസ്സലിന്റെ അപകടത്തെക്കുറിച്ച് മെഴ്സിഡസ് ടീം ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ചാമ്പ്യൻഷിപ്പിന്റെ ഗതിയെത്തന്നെ ഈ സംഭവം മാറ്റിമറിച്ചിരിക്കുകയാണ്. സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിജയത്തോടെ കിരീടപ്പോരാട്ടത്തിൽ ആന്റോനെല്ലി തന്റെ ആധിപത്യം കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ടെഡ്രതിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. വിവാദ ഇൻഫ്ലുവൻസർമാരായ ആൻഡ്രൂ ടേറ്റിനെയും ട്രിസ്റ്റൻ ടേറ്റിനെയും ഫ്ലോറിഡയിലെ മയാമിയിൽ വെച്ച് നിയമപാലകർ കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും പൊതുസ്ഥലത്തുവെച്ച് അധികൃതർ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ അറസ്റ്റിലേക്ക് നയിച്ച കൃത്യമായ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇവർക്കെതിരെയുള്ള നിയമനടപടികളിലെ നിർണായകമായ ഒരു വഴിത്തിരിവായാണ് ഈ സംഭവത്തെ കാണുന്നത്. BBC, അൽ ജസീര, NPR തുടങ്ങിയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ നിരവധി അന്വേഷണങ്ങൾക്കും നിയമനടപടികൾക്കും ഇവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യക്കടത്ത്, സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ യൂറോപ്പിൽ നേരിട്ടതിന് പിന്നാലെയാണ് അമേരിക്കയിൽ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഇവർ തുടർച്ചയായി നിഷേധിച്ചിട്ടുണ്ട്. ഈ പുതിയ സംഭവവികാസത്തിൽ ടേറ്റ് സഹോദരന്മാരുടെ അഭിഭാഷകർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. മയാമിയിലെ പ്രാദേശിക ജുഡീഷ്യൽ സംവിധാനത്തിലൂടെയാണ് നിലവിൽ നടപടികൾ പുരോഗമിക്കുന്നതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അറസ്റ്റിന്റെ കാരണങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കോടതി നടപടികളെക്കുറിച്ചും മയാമി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫെഡറൽ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ദരിദ്രർ നിങ്ങളെ ഉടൻ അറിയിക്കുന്നതാണ്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളെ വിശ്വസിച്ചതിന് നന്ദി. ദരിദ്രത കൃത്യതയോടെ, വിശ്വാസത്തോടെ.